പശ്ചിമേഷ്യൻ ആകാശത്ത് ഇനി ഇറാന്റെ വിളയാട്ടം. മിസൈൽ പ്രതിരോധ കവചങ്ങളെ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളിലൂടെ പശ്ചിമേഷ്യൻ സംഘർഷം ഒരു പുതിയ യുദ്ധതന്ത്രത്തിലേക്ക് മാറുകയാണ്. തന്ത്രപ്രധാനമായ അമേരിക്കൻ റഡാർ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടുവെന്ന പുതിയ ഉപഗ്രഹ ചിത്രങ്ങളിലെ വെളിപ്പെടുത്തൽ മേഖലയിലെ സൈനിക സമവാക്യങ്ങളെ അടിമുടി മാറ്റുന്നതാണ്. വെറുമൊരു പ്രാദേശിക ഏറ്റുമുട്ടലിനപ്പുറം ആഗോള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പ്രത്യേകിച്ച് ജോർദാൻ, സമ്മാനം, ഖത്തറിന്റെ സൈനിക കേന്ദ്രങ്ങളിലാണ് നാശനഷ്ടങ്ങളുടെ ലക്ഷണങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ റഡാർ സംവിധാനങ്ങൾ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും പോലുള്ള ഭീഷണികളെ നേരത്തെ തിരിച്ചറിയുകയും അവയെ തടയാൻ ഉപയോഗിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങളുടെ നിർണായകമായ വിവരങ്ങൾ നൽകുകയും ചെയ്യുന്നതിനാൽ ഇവയെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം പ്രാദേശിക വ്യോമ പ്രതിരോധ സംവിധാനത്തെ ദുർബലപ്പെടുത്താനുള്ള തന്ത്രപരമായ നീക്കമായിരിക്കാമെന്ന് വിശകലനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ജോർദാനിലെ പ്രധാന സൈനിക കേന്ദ്രമായ മുവാഫാഖ് സാൾട്ടി വ്യോമതാവളത്തിലാണ് ഏറ്റവും വ്യക്തമായ നാശനഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടെ അമേരിക്ക വിന്യസിച്ചിരിക്കുന്ന ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ റഡാർ ഭാഗത്താണ് ആക്രമണം നടന്നതെന്ന് ഉപഗ്രഹ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ ആദ്യമെടുത്ത ചിത്രങ്ങളിൽ റഡാർ ഇൻസ്റ്റലേഷന്റെ സമീപത്ത് രണ്ട് വലിയ ഇമ്പാക്ട് ഗർത്തങ്ങൾ കാണപ്പെടുന്നു. ഏകദേശം 13 അടി വീതിയുള്ള ഈ ഗർത്തങ്ങൾ ഒരേ സ്ഥലത്ത് ഒന്നിലധികം പ്രഹരങ്ങൾ നടന്നിരിക്കാമെന്ന സംശയം ഉയർത്തുന്നു. താഡ് സംവിധാനത്തിലെ റഡാർ ഭാഗം വരാനിരിക്കുന്ന മിസൈലുകൾ കണ്ടെത്തുന്നതിനും അവയെ തടയുന്നതിനും ഉപയോഗിക്കുന്ന ഇന്റർസെപ്റ്റർ മിസൈലുകൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശം നൽകുന്നതിനുള്ള പ്രധാന ഘടകമാണ്. നിരവധി വലിയ ട്രെയിലറുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ സംവിധാനങ്ങൾ പ്രവർത്തനരഹിതമാക്കാൻ ലക്ഷ്യമിടുന്ന അതിന് ഒന്നിലധികം ആക്രമണങ്ങൾ ആവശ്യമായേക്കാമെന്നതാണ് സൈനിക വിദഗ്ധരുടെ വിലയിരുത്തൽ. ഉപഗ്രഹ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് ഫെബ്രുവരി പകുതിയോടെ ജോർദാനിലെ ഈ സൈനിക കേന്ദ്രങ്ങൾ താഡ് ബാറ്ററി സ്ഥാപിച്ചിരുന്നു. മാർച്ച് 1 മുതൽ മാർച്ച് 2 വരെ ഇടയിലാണ് ആക്രമണം നടന്നിരിക്കാമെന്നുമാണ്. ഈ വ്യോമതാവളം US സേനയുടെ പ്രധാന പ്രവർത്തന കേന്ദ്രമാണ്. ശത്രുതകൾ ആരംഭിക്കുന്നതിന് മുൻപ് എടുത്ത ചിത്രങ്ങളിൽ ഇവിടെ 50-ലധികം യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും വിമാനങ്ങളും നിലയുറപ്പിച്ചിരുന്നതായി കാണപ്പെടുന്നു. കൂടാതെ കട്ടിയുള്ള സുരക്ഷാ ഷെൽട്ടറുകൾക്കുള്ളിൽ കൂടുതൽ വിമാനങ്ങൾ സൂക്ഷിച്ചിരിക്കാമെന്ന സാധ്യതയും നിഷേധിക്കാനാവില്ല. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലും സമാനമായ നാശനഷ്ടങ്ങളുടെ സൂചനകൾ കണ്ടെത്തിയിട്ടുണ്ട്. CNN പരിശോധിച്ച ഉപഗ്രഹ ചിത്രങ്ങൾ പ്രകാരം റുവൈസ്, സാദർ പ്രദേശങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്ന നിലയിൽ കാണപ്പെടുന്നു. ഫെബ്രുവരി 28 മുതൽ മാർച്ച് 1 വരെ ഇടയിലുണ്ടായ ആക്രമണങ്ങളിലാണ് ഈ നാശനഷ്ടങ്ങൾ സംഭവിച്ചതെന്ന് വിലയിരുത്തുന്നു. ചില സ്ഥലങ്ങളിൽ കുറഞ്ഞത് 3 കെട്ടിടങ്ങളും മറ്റൊരിടത്ത് 4 കെട്ടിടങ്ങളും തകർന്നതായി ദൃശ്യമാകുന്ന ചിത്രങ്ങൾ. താഡ് സംവിധാനവുമായി ബന്ധപ്പെട്ട മൊബൈൽ റഡാർ ഘടകങ്ങൾ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാഹന ഷെഡുകളുള്ള കെട്ടിടങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. എന്നാൽ ആക്രമണ സമയത്ത് റഡാർ ഉപകരണങ്ങൾ ഈ കെട്ടിടങ്ങൾക്കുള്ളിൽ ഉണ്ടായിരുന്നോ എന്നത് ഇപ്പോഴും വ്യക്തമാണ്. ഈ സംഭവ വികാസങ്ങൾ പശ്ചിമേഷ്യയിലെ സുരക്ഷാ സമവാക്യം വൻതോതിൽ മാറിക്കൊണ്ടിരിക്കുകയാണെന്നതിന്റെ സൂചനകളായി വിലയിരുത്തപ്പെടുന്നു. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ കണ്ണായ റഡാർ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുന്നത് യുദ്ധത്തിന്റെ ഭാവി കൂടുതൽ സങ്കീർണമാകാൻ ഇടയാക്കുമെന്ന ആശങ്കയാണ് സൈനികർ മുന്നറിയിപ്പായി ഉയർത്തുന്നത്. ഈ കേന്ദ്രങ്ങൾ പ്രവർത്തനരഹിതമാകുന്ന സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളുടെ വ്യോമ പ്രതിരോധ ശേഷി കുറയുന്നു. സംഘർഷം കൂടുതൽ വ്യാപിക്കാനുള്ള സാധ്യതയും ഉയരുകയും ചെയ്യുമെന്നും വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.